ഇന്നത്തെ വീഡിയോ നമുക്ക് കൂൺ റെസിപ്പി ആട്ടോ. ഇവിടെ നിന്ന് 4 കൂൺ കിട്ടിയിരുന്നു. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി വാട്ടിയിട്ട് ഇത്തിരി കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കുക. കൂടുതൽ റെസിപ്പിയൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. കുറേ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയൊന്നും കട്ട് ചെയ്ത് സമയം കളയേണ്ട ഒരാവശ്യമില്ല. പക്ഷെ അതൊക്കെ ഇടുമ്പോൾ ടേസ്റ്റ് കുറയാണ്. അപ്പോൾ കൂണ് കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കൂടുതൽ ജോലിയും ഇല്ല, പക്ഷെ ടേസ്റ്റ് കൂടും. അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലി കുറച്ചധികം ഇട്ട് കൊടുക്കുക. 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഗുണമുള്ളൂ, മല്ലിയാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറച്ച് സമയം വേവേണ്ടി വരും. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക, അധികം ആവരുത്. തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് കൂണ് ആഡ് ചെയ്യുക. അതിന് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. എൻ്റെ ശരിക്കുള്ള ഫോട്ടോ എടുത്തിട്ടില്ല, കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. തൊടിയിൽ നിന്ന് കിട്ടിയാണ്, പക്ഷെ വാങ്ങിയതല്ല കേട്ടോ. ഉപ്പ് കറക്റ്റാണോ നോക്കുക, ഇല്ലെങ്കിൽ അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അധികം ജോലി ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു കറി പോലെ ഉണ്ടാക്കി. അത് വെള്ളം വറ്റിച്ചെടുത്താൽ കൂട്ടാനായിട്ട് അങ്ങനെയും കൂട്ടാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.